മോദി ഫാക്ടർ ഇത്തവണ ഡൽഹിയിൽ വലിയ തോതിൽ BJP പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ. മോദി ഏതാണ്ട് 4-5 രാഷ്ട്രീയ പ്രചാരണ റാലികളിൽ ഈ ജനുവരി 26-ന് ശേഷം പങ്കെടുക്കുമെന്ന് BJP വക്താവിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു വലിയ റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യോഗി ആദിത്യനാഥ് കൂടുതൽ മീറ്റിങ്ങുകളിൽ അവിടെ പങ്കെടുക്കുന്നുണ്ട്. BJP പ്രധാനമായും താഴെത്തട്ടിൽ കോർണർ മീറ്റിങ്ങുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും ആ പാർട്ടി വിശദീകരിക്കുന്നുണ്ട്. BJP സംബന്ധിച്ച് സംഘടന വളരെ ശക്തമാണ്. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പണം ധാരാളമുണ്ട്, നേതാക്കളുടെ ബാഹുല്യമുണ്ട്. പക്ഷേ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ സംസാരിച്ചപ്പോൾ മുമ്പ് ഇപ്പോൾ കർണാടകയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ലോക്കൽ ലീഡർഷിപ്പിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നൊരു തന്ത്രം, അത് ഇത്തവണ ഡൽഹിയിൽ അവർ ആവർത്തിക്കുകയാണോ? പ്രാദേശിക നേതാക്കൾ ഒരു തലപ്പൊക്കമുള്ള നേതാവിനെ അവതരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഹരിയാനയിൽ നമ്മൾ കണ്ടതുപോലെ ആ തന്ത്രം ഡൽഹിയിൽ വീണ്ടും പരീക്ഷിക്കുകയാണോ? അപ്പോൾ ഈ സെൻട്രൽ ലീഡർഷിപ്പിനെ തന്നെ ഫോക്കസ് ചെയ്യുക, അവർ പ്രത്യക്ഷത്തിൽ ഇറങ്ങുന്നില്ലെങ്കിൽ പോലും ഇതാണ് നേതൃത്വം എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണോ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അല്ല, അതില് നമ്മൾ ഈ വ്യക്തിപരമായിട്ടുള്ള നേതൃത്വത്തിന്റെ മാത്രം തലത്തിൽ ഈ BJPയുടെ തന്ത്രത്തെ കാണുന്ന സ്ഥിതി ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അത് കഴിഞ്ഞു എന്നാണ്. BJP നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും BJP എന്ന് പറഞ്ഞാൽ BJPയെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. BJP എന്ന് പറഞ്ഞാൽ സംഘപരിവാർ എന്ന് പറയുന്ന 1925 മുതൽ ഇന്ത്യയിൽ ഏറിയും കുറഞ്ഞുമുള്ള രാഷ്ട്രീയ സാമൂഹിക സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് BJP. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്രിയാത്മകമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ തലത്തിൽ ക്രിയാത്മകമാണെന്നല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെയാണോ ക്രിയാത്മകമായിട്ട് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. അത് ഹരിയാനയിലാണ് നമുക്ക് ഏറ്റവും വലിയ ഞെട്ടുണ്ടാക്കിയത്. ഹരിയാനയിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്തത് മോദി എന്ന് പറയുന്ന ഘടകം അവിടെ ഇല്ലാതായിരിക്കുന്നു, മോദിയെ പറ്റി ആരും സംസാരിക്കുന്നില്ല, BJPയുടെ പ്രവർത്തകർ പോലും സംസാരിക്കുന്നില്ല എന്ന് ഞാൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്, അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ മോദിയെ വിഡ്രോ ചെയ്യുന്ന സമയത്ത്, മോദി എന്ന് പറയുന്ന ഘടകത്തെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ വളരെ ശ്രദ്ധേയമായിട്ട് ചെയ്തിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഗ്രാസ് റൂട്ട്സിൽ ബൂത്ത് ബൈ ബൂത്ത് ആയിട്ട് എങ്ങനെ കോൺഗ്രസിന്റെ പ്രചാരണം പ്രധാനമായും ജാട്ടുകളെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ എങ്ങനെ ജാട്ട് ഇതര സമൂഹങ്ങളെ ഒരുമിപ്പിച്ച് കോൺഗ്രസിനെതിരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണം ബൂത്ത് അടിസ്ഥാനത്തിൽ നടക്കുകയും അതിന് രാജീവ് പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള സാമ്പത്തികവും മറ്റു തരത്തിലുള്ള സ്രോതസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ട് സംഭവമുണ്ട്. ഡൽഹിയിലും അത് തന്നെയാണ്. അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും BJP ചെയ്തത് തന്നെ. ബേസിക്കായിട്ടെന്ന് വെച്ചാൽ അവര് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ സമയത്ത് അവർ കിരൺ ബേദിയെയാണ് പിന്നെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കണ്ടു. പിന്നീട് സുഷമ സ്വരാജിനെ മത്സരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ശ്രമിച്ചു. ഇത് രണ്ടും വർക്ക് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അവരൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്ട് ചെയ്തത്. പക്ഷെ ഇത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ഈ ഗ്രൗണ്ട് ലെവൽ ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന വളരെ പിന്നോക്ക ജാതി വിഭാഗങ്ങളെ, ദളിത് വിഭാഗങ്ങളെ ഒക്കെ സ്വാധീനിക്കാനുള്ള വളരെ സംഘടിതമായ പ്രവർത്തനം വലിയ രീതിയിൽ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് നടത്തും. ഇന്നലെ പോലും ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്ന ഒരു ദളിത് നേതാവ്, അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം പുറത്തുപോയി, അദ്ദേഹത്തിന്റെ അനുയായികളെ വെച്ചുകൊണ്ട് അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ദളിത് വിരുദ്ധനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചാരണം മുന്നോട്ട് വെച്ചുകൊണ്ട്, അപ്പൊ ഇങ്ങനെ രീതിയിലുള്ള ഈ മൈക്രോ മാനേജ്മെന്റിന്റെ തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് BJPയും സംഘപരിവാറും. പക്ഷേ ഹരിയാനയിലെ കോൺഗ്രസോ മഹാരാഷ്ട്രയിലെ കോൺഗ്രസോ അല്ല ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ പാർട്ടിയിൽ ഒരുപാട്, ഞാൻ ആ പാർട്ടിയെ വളരെ ക്ലോസ് ആയിട്ട് അതിന്റെ സ്ഥാപനത്തിന് മുമ്പ് തന്നെ, അരവിന്ദ് കെജ്രിവാളും രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന് പറയുന്ന സമയം മുതൽ രാഷ്ട്രീയത്തിലേക്ക് വരികയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത സമയം മുതൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നൊരു ആളാണ്. ആം ആദ്മി പാർട്ടിയും നമ്മുടെ ഹിന്ദി ഹാർട്ട്ലാൻഡിലെയും മറ്റു സ്ഥലങ്ങളിലെയും
ദക്ഷിണേന്ത്യയെ അതിൽ കൂടുന്നത്. ദക്ഷിണേന്ത്യയിൽ ഒരുപാട് ശക്തമായ കാഡർ പാർട്ടികളുണ്ട്. DMK ഉണ്ട്, CPM ഉണ്ട്. ഒരു തരത്തിൽ കർണാടകയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും ഒക്കെ ഒരുതരം കാഡർ സ്വഭാവമുള്ള അണികളുള്ള പാർട്ടികളാണ്. പക്ഷേ ഉത്തരേന്ത്യയിലെ പാർട്ടികൾ അങ്ങനെ ഒരു കാഡർ സ്വഭാവമുള്ള അണികളുള്ള പാർട്ടികൾ വളരെ ചുരുക്കമാണ്. മുലായം സിംഗിന്റെ കാലത്ത് സമാജ്വാദി പാർട്ടി അങ്ങനെയായിരുന്നു. ലാലു പ്രസാദ് യാദവ് നിയന്ത്രിച്ചിരുന്ന കാലത്ത് രാഷ്ട്രീയ ജനതാദൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാം, ഈ പുതിയ തലമുറ നേതൃത്വം സമാജ്വാദി പാർട്ടിയിലും രാഷ്ട്രീയ ജനതാദളും അങ്ങനെ കാഡർ സ്വഭാവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ആം ആദ്മി പാർട്ടി അങ്ങനെയല്ല. ആം ആദ്മി പാർട്ടിയെ പറ്റി ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആ പാർട്ടിയുടെ എല്ലാ ഏറ്റക്കുറച്ചിലുകൾക്കുമിടയിലും ആ പാർട്ടിയുടെ കാഡർ ഇപ്പോഴും ശക്തമാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു മൊത്തം സ്ഥിതിവിശേഷം നോക്കുമ്പോൾ BJP ലക്ഷ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പൊളിച്ചെടുത്ത് ഇവിടെ നടത്താൻ സാധ്യമാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ശ്രീ വെങ്കടേഷ്. ഈ പട്ടികവിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത 12 സീറ്റുണ്ട്. BJP സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രകടനം കാഴ്ചവെച്ചതെന്ന് നമുക്ക് അറിയാം. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അധികാരം ഏത് വിധത്തിലും പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണല്ലോ. അതിന് പാകത്തിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിന് ഏത് സംവിധാനങ്ങൾ ഉപയോഗിക്കണം, ഇപ്പോൾ സർവേകൾ അല്ലെങ്കിൽ എങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിനെ മറികടക്കുക ഈ ആം ആദ്മി പാർട്ടിക്ക് അത്ര എളുപ്പമാണോ ഇതിൻ്റെ കഴിഞ്ഞ 2 ഇലക്ഷനെ പോലെ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം അവർക്ക് ഈ 10 വർഷത്തെ ബാഗേജ് ചുമക്കാനുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റി ഇൻകംബൻസി എന്നുള്ളത് ചെറിയ തോതിലാണെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ. ആന്റി ഇൻകംബൻസി ഇല്ലാതെ പറയാൻ പറ്റില്ല. ഞാൻ കാണുന്ന ഒരു സെനേറിയോ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവള് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 5-ാം തീയതിയാണ് വോട്ടെടുപ്പ്. എൻ്റെ വോട്ടും ഡൽഹിയിലാണ്. ഞാൻ അടക്കമുള്ള ആൾക്കാർ വോട്ട് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഞാൻ കാണുന്ന സെനേറിയോ 62 ഇപ്പോ ആം ആദ്മി പാർട്ടിക്കുള്ളത്. ഇതിന് മുമ്പത്തെ നിയമസഭയിൽ 67. BJPയുടെ നമ്പർ സിംഗിൾ ഡിജിറ്റിലായിരുന്നു, 3ഉം 8ഉം. അതെ, എന്റെ കണക്ക് BJPയുടെ നമ്പർ 20 വരെ പോകാം. ഞാൻ കഴുത്ത് മുന്നോട്ട് വെച്ച് പറയുകയാണ്, BJPയുടെ നമ്പർ 20 വരെ പോകാം. ഞാൻ അവിടെ ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പൂർവാഞ്ചൽ പോലുള്ള വിഷയങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. JDU-നും രാംവിലാസ് പാസ്വാന്റെ LJPക്കും ഓരോ സീറ്റ് വെച്ചെങ്കിലും കൊടുത്തിട്ടുണ്ട് BJP. പിന്നെ BSP 40 സീറ്റിൽ 70 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് മത്സരിക്കുന്നതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വോട്ടിൽ ചെറിയൊരു സ്പ്ലിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം. ഇങ്ങനെ BJPക്ക് വേണമെങ്കിൽ അനുകൂലമെന്ന് പറയാനായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അല്ല, BJPക്ക് ജയിക്കാം. BJPക്ക് ജയിക്കാന്ന് വെച്ചാൽ ടച്ച് ആൻഡ് ഗോ ആയിട്ട് ജയിക്കാം. BJPയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ മുഖ്യമന്ത്രി ആരായിരിക്കും അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കേജ്രിവാൾ എന്ന് വെച്ചാൽ വളരെ ഷ്രൂഡായിട്ടൊരു പൊളിറ്റീഷ്യനാണ്. കേജ്രിവാൾ ചെയ്തെന്ന് വെച്ചാൽ മൂപ്പര് ബിദൂരിയാണ്. BJPയുടെ സ്ത്രീകളെ പറ്റിയിട്ടും എതിരാളികളെ പറ്റിയും വായ തുറന്നാൽ തെറി മാത്രം പറയുന്ന ബിദുരിയാണ്. അയാളാണ് സത്യത്തിൽ ഇപ്പൊ BJPയുടെ പ്രാദേശിക നേതാക്കളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടാണ്. അയാളാണ് പിന്നെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചു. പിന്നെ അയാൾക്ക് ഡിനൈ ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഉണ്ടായിരുന്ന മഹാരഥന്മാരായിട്ടുള്ള നേതാക്കൾ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഉണ്ടായിരുന്ന മദൻലാൽ ഖുറാള, സാഹിബ് സിംഗ് വർമ്മ, പിന്നീട് സുഷമ സ്വരാജ് പോലും ഡൽഹിയിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥാപിതമായ കണക്കൂട്ടലുണ്ടല്ലോ, അത് ഡൽഹി ഇപ്പൊ ഈ പറഞ്ഞ വോട്ട് സ്പ്ലിറ്റിന്റെ പ്രശ്നം, കോൺഗ്രസ് മത്സരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, ബഹുജൻ സമാജ് പാർട്ടി മത്സരിച്ചാലുള്ള പ്രശ്നം, ഇത്തരം കണക്കുകൂട്ടലുകളെല്ലാം പൊളിച്ചിട്ടുള്ള ഒരു ഇലക്ടറേറ്റ് ആണ് ഡൽഹിയിലെ ഇലക്ടറേറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ആത്യന്തികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ മനോജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, താങ്കളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജണ്ട നിശ്ചയിക്കുന്നത് കേജ്രിവാളാണ്. ഇത് ഫോർ കേജ്രിവാൾ എഗെയിൻസ്റ്റ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ്
അതിന്റെ അവസാന ഘട്ടത്തിൽ ഇതൊക്കെ എത്തുമ്പോൾ മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോഴും ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ അത് ആശാസ്യമായ രാഷ്ട്രീയമാണെന്നോ അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായ രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ടോസപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കേജ്രിവാളിന്റെ കൂടെയാണോ കേജ്രിവാളിനെതിരാണോ ടോസപ്പിൽ എത്തുമ്പോൾ അവിടെ എപ്പോഴും ചെറിയൊരു മുൻതൂക്കം കേജ്രിവാൾ ഫാക്ടർ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്.